അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജിയേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പം അഭിരാമിയും ആമയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പൊ അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയാ, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിന്റെയും രഞ്ജേട്ടന്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത്, അത് സിബി സാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി. അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്.